നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂലം നക്ഷത്രജാതർക്ക് ജൂൺ മാസം ഗുണഫലങ്ങൾ കൂടുതലായിട്ടും അനുഭവത്തിൽ വരുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ് ഇവർക്ക്. നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഗൃഹനിർമ്മാണം സാധ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകുന്നതുമാണ്. കാർഷിക മേഖലയിലുള്ളവർക്ക് കാർഷിക ലാഭം നേടുവാൻ സാധിക്കുന്നതുമാണ്. വളരെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ ആദ്യം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മാസാന്ത്യത്തോടുകൂടി കാര്യവിജയം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും ഉദ്യോഗത്തിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതുമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ ആശ്വാസമുണ്ടാകുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ശരീരാരോഗ്യം വേണ്ടത്ര തൃപ്തികരമായിരിക്കില്ല. ശിരോരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നീ രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രജാതർ തീർത്ഥയാത്രകൾക്കും ദൈവിക കാര്യങ്ങൾക്കുമായി സമയം ചെലവഴിക്കുന്നതുമാണ്. നൃത്തം, സംഗീതം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വരുമാനവും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. വിദേശത്തുള്ളവർക്കും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുവാനും അനുയോജ്യമായ സമയം കൂടിയാണ്. മൂലം നക്ഷത്രജാതർക്ക് ഈ മാസം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുകയും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതുമാണ്. കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും. ഈ നക്ഷത്രജാതർ ദോഷശാന്തിക്കായി മാസത്തിലൊരിക്കൽ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഗണപതി ഹോമം നടത്തുകയും ചെയ്യേണ്ടതാണ്. പൂരാടം നക്ഷത്രജാതർക്ക് മാസാരംഭത്തിൽ മാനസിക ക്ലേശങ്ങളും സാമ്പത്തിക രംഗത്ത് നഷ്ടവും അനുഭവപ്പെടുന്നതാണ്. അഷ്ടമ വ്യാഴം ആയതിനാൽ കഠിനമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക്. കേസ്, ജാമ്യം, വഴക്ക് ഇവയൊക്കെ ഉണ്ടാകാവുന്നതുമാണ്. വാക്ക് തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണിവർ. വ്യത്യസ്തമായ ചിന്താഗതി മൂലം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ കഴിയാതെ വരുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതർക്ക് ജൂൺ മാസം മധ്യപകുതിക്ക് ശേഷം ധനനഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്.
അലസത കാരണം ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. സുഹൃത്തുക്കളുടെ ഉപദേശമനുസരിച്ച് ലാഭകരമായ വ്യവസ്ഥയോടുകൂടി സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതുമാണ്. സത്കർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിടിവാശി, ദേഷ്യം ഇവ രണ്ടും അവസരങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തുന്നതാണ്. വാഹനയോഗവും ഭൂമിയോഗവുമുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം മാറുന്നതുമാണ്. വിദേശ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ഈ മാസാന്ത്യം സാധിക്കുന്നതാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഈ നക്ഷത്രജാതർ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരും ഉദര രോഗങ്ങൾ ഉള്ളവരും രോഗങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. ഓർമ്മക്കുറവും നേത്രരോഗങ്ങളുമൊക്കെ പിടിപെടാവുന്നതാണിവർക്ക്. ഇപ്പോൾ ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. ഈ നക്ഷത്രജാതർ ദോഷപരിഹാരാർത്ഥമായി ജൂൺ മാസം ശിവക്ഷേത്ര ദർശനവും സരസ്വതി ക്ഷേത്ര ദർശനവും നടത്തുകയും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് സമർപ്പിക്കുകയും ദേവീക്ഷേത്ര ദർശനത്തിൽ ദേവിക്ക് വിളക്ക്, മാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.